ഹായ് ഹലോ, എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. മഴ ആയതുകൊണ്ട് ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നുണ്ടാവില്ല, പിന്നെ പകർച്ചവ്യാധിയായിട്ടും വേറെയും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒക്കെ പെട്ടെന്ന്. അപ്പോൾ അതേ കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതെനിക്കൊരു സന്തോഷമല്ലേ. ഷിഫോൺ മെറ്റീരിയൽ ഒരു മോഡസ്റ്റ് വെയർ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഷിഫോണ്, അതുപോലെ ജോർജറ്റ് അങ്ങനെയുള്ള ക്ലോത്ത് എടുക്കാൻ നോക്കും. അതാകുമ്പോൾ പ്ലീറ്റുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത്യാവശ്യം പ്ലീറ്റ് വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ക്ലോത്തിന്റെ വീതി എന്ന് പറയുന്നത് 45 അപ്പോൾ നമുക്ക് മിനിമം 45 വേണം. അതിൽ കൂടുതലായാൽ കേമായി. ഒരു 3 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കുള്ള അളവിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ 45 4 ക്ലോത്ത് വേണ്ടി വരും കേട്ടോ. അതായത് 4 പീസ് വേണം. 2 പീസുകൾ തമ്മിൽ കൂട്ടി ചേർത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇതിപ്പോൾ ചെറിയ കുട്ടികളല്ല, അപ്പം നമുക്ക് ഒറ്റ പീസിൽ തന്നെ ചെയ്തെടുക്കാം. ആ കൂട്ടി ചേർക്കുന്ന പീസ് പറഞ്ഞല്ലോ, അത് നീളത്തിലല്ല കേട്ടോ, വീതിയിലാണ് കൂട്ടി ചേർക്കേണ്ടത്. ഇനി ലെങ്ത് നോക്കുകയാണെങ്കിൽ അത് നമ്മളെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടെ. ഞാനിവിടെ 25 എടുത്തിട്ടുള്ളത്. അതായത് ഫ്ലോർ ലെങ്ത്തും അല്ല, അതായത് ഫ്ലോറിൽ ടച്ച് ചെയ്യൂല, എന്നാൽ മുട്ടിന് മുകളിൽ കയറൂല. ആ ഒരു 3/4 ലെവലായിരിക്കും ആ 25 നിൽക്കുക. അതായത് ഒരു 3 വയസ്സുള്ള കുട്ടിക്ക്. അപ്പോൾ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. 4 പീസാക്കിയിട്ട് നമ്മൾ നോർമലി ഡ്രസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കില്ല, അതുപോലെ മടക്കിയാൽ മതി. 4 പീസാക്കി മടക്കിയെടുത്തിട്ട് അത്യാവശ്യം വലിയ ക്ലോത്ത് ആയതുകൊണ്ട് ഫ്രെയിമിൽ ഫുള്ളായിട്ട് കാണിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ കാണിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് ഈ ക്ലോസ് ആയി നിൽക്കുന്ന ഭാഗത്തൊന്ന് നെക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഇത് ശരിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്ലോത്ത്. അപ്പോൾ ഇനി പെട്ടെന്ന് കാണുമ്പോൾ ഇത് എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് വിചാരിക്കണ്ട, അതുകൊണ്ടാണ് ഓൾറെഡി പറഞ്ഞത്. ഈ ഒരു ഡ്രസ്സിന് നമുക്ക് ഷോൾഡറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 4 അടയാളപ്പെടുത്തി കൊടുത്തത്. ഇനി നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. നെക്ക് ഞാൻ എന്താ അവിടെ 2.5 2.5 കേട്ടോ എടുത്തിട്ടുള്ളത്. നെക്ക് എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ വിടുത്താണ്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 3 നെക്കിൽ ഫ്രണ്ടിലും ബാക്കിലും പ്രത്യേകിച്ച് ഓപ്പണൊന്നും കൊടുക്കണില്ല, അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് നെക്ക് 3 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലും ആക്കി കൊടുത്തു. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 2 കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്ക് എല്ലാവർക്കും 2 തന്നെ മതിയാവും കേട്ടോ. ഫ്രണ്ട് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ബാക്ക് നെക്കിന് റൗണ്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നെക്കൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. കാര്യമായിട്ട് ഇതാ ഈ ഒരു നെക്കിന്റെ കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ, വേറൊരു കട്ടിങ്ങും ഈ ഒരു ഡ്രസ്സിന് വരുന്നില്ല. ഇനി ഇതാ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. നിവർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് കറക്റ്റ് ആക്കി വെക്കുകയാണ്, ഫുള്ളായിട്ട് നിവർത്തിയെടുക്കണ്ട, ഇതുപോലെ ഒന്ന് വെക്കാം. ഇവിടെ നമ്മൾ യോക്കിന്റെ അളവൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 7 എടുത്തിട്ടുള്ളത്. ഒരു 3-4 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ 7 തന്നെ ധാരാളം. അപ്പൊ നമുക്ക് യോക്കിന്റെ 7 ഈ തല തൊട്ട് ആ തല വരെ വരിക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കറക്റ്റിൽ ലൈനാക്കി വരച്ചെടുക്കുക. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അടയാളപ്പെടുത്തുമ്പോൾ കറക്റ്റ് ആക്കി സ്ട്രൈറ്റിൽ തന്നെ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കറക്റ്റിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ലൈന് വരച്ചെടുക്കുക. ഇപ്പൊ നമ്മൾ ക്ലോത്ത് 4 മടക്കി വെച്ചതാണല്ലോ, അപ്പൊ ഈ ഒരു 4 പാർട്ടിൽ നമ്മൾ ഇതുപോലെ യോക്ക് പോർഷന് അടയാളപ്പെടുത്തിയെടുക്കണം. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടിന്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ലൈൻ ഇട്ട് വെച്ചത്. അതുപോലെ ബാക്ക് പോർഷൻ, ഫ്രണ്ട് പോർഷന്റെ വേറൊരു ഭാഗം കൂടെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തും കൂടെ നമ്മൾ സ്ട്രൈറ്റിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയെടുക്കണം. ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ സ്ട്രൈറ്റിൽ ലൈൻ ഇട്ടില്ലേ, ആ ഒരു ലൈനിൽ കൂടെ നേരെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നെക്ക് ഞാൻ ഇതാ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇവിടെ ഞാനൊരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ, അതൊക്കെ എല്ലാവർക്കും നോർമലി അറിയാവുന്ന കാര്യമില്ല. അപ്പോൾ വെറുതെ നമ്മുടെ വീഡിയോ ലെങ്തി ആക്കണ്ടല്ലോ, അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രോസ് പീസ് നമുക്ക് മറിച്ചിട്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടോ, അതായത് നമ്മുടെ നെക്ക് ഭാഗം ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. കാര്യമായിട്ട് ഇതാ 2, 3 ആകെ 5 സ്റ്റിച്ച് ഇതിന് വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഡ്രസ്സ് ചെയ്തെടുക്കും. പക്ഷെ കാണുമ്പോൾ സാധനം കുറച്ച് ഹെവി ആയിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടോ, നമ്മൾ സ്ട്രൈറ്റിൽ ലൈൻ ഇട്ട് കൊടുത്തില്ലേ, ആ ഒരു ലൈനിന്റെ ഈ ഒരു അറ്റം തൊട്ട് ആ ഒരു അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് വളയം തിരിയൊന്നും ചെയ്യരുത്, കറക്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കുറച്ചധികം നൂല് ബാക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം ഇതാ ഈ ഒരു പീസിലും അതുപോലെ ചെയ്തെടുക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തത്. ഇതാ ഈ ഒരു പീസിലും കൂടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് ആക്കിയിട്ട് സ്ട്രൈറ്റിൽ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തല്ലോ, ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഭാഗവും ഫിനിഷ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേറിയിട്ട് കൊടുക്കാം കേട്ടോ. അതും സിമ്പിളാണ്. ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ, അതിൽ നിന്ന് ഒരു നൂലങ്ങോട്ട് ജസ്റ്റ് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്നുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിറയായി കിട്ടും.
നൂല് വലിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് നിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങേണ്ടി വരും. നമ്മൾ ഈ ക്ലോത്ത് നീക്കി കൊടുക്കുന്നതനുസരിച്ച് ഇത് നൂല് കുറച്ചിങ്ങനെ ബാക്കിയായിട്ട് വരും കേട്ടോ. അത് ജസ്റ്റ് കയ്യിൽ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി പിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് 2 ഭാഗവും ഇതുപോലെ നൂല് വലിച്ചിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ പിടി വലിയൊക്കെ കഴിഞ്ഞതാ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മളിതാ യോക്ക് അടയാളപ്പെടുത്തിയ ശേഷം 2 പീസിലും ഇതുപോലെ സ്ട്രൈറ്റിൽ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതാ ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുക്കുകയും ചെയ്തു. ആ ഒരു പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അളവിലാക്കി എടുക്കണം കേട്ടോ. ശേഷം ഇതാ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അത്യാവശ്യം ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് ആ പ്ലീറ്റൊക്കെ കറക്റ്റിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് 2 പാർട്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങില്ല, കാരണം ഒരു എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടെ വന്നല്ലോ. ടടാങ്! ഇതിപ്പോൾ എന്തിനാന്നാവില്ല ആലോചിക്കണത്. ഇനി കുറച്ച് ക്രിയേറ്റിവിറ്റി ആവല്ലേ. നമ്മളിപ്പോൾ ഈ സെൻറ്റർ കൂടെ സ്റ്റിച്ച് കൊടുത്തില്ല, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ ഇതുപോലെ ലേസ് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ലേസ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യട്ടെ. ഇനി വല്ല ബീഡ് തുന്നി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേ ആസ് വെൽ ലൈക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സിൽവറിൽ വരുന്ന ഈ ഒരു ലേസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതാ ചെയ്ത് കഴിഞ്ഞു. 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതാ നിങ്ങളോട് പറയാതെ ഞാൻ 2 പരിപാടിയും കൂടി ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം വരുമല്ലോ, ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അടിവശവും ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. ഈ 2 പരിപാടി ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതാ ഈ ഒരു വശത്തും മടക്കി തയ്ച്ച് കൊടുത്തു. അതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ അടിഭാഗത്തും മടക്കി തയ്ച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരുമല്ലോ, അതായത് നമ്മുടെ സ്ലീവ്, നമ്മൾ പ്രത്യേകിച്ച് സ്ലീവ് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് സെൻറ്ററിൽ കൂടെ സ്ട്രൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് നൂല് വലിച്ചിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കുക. നമ്മൾ നേരത്തെ യോക്ക് പോർഷനൊക്കെ അടയാളപ്പെടുത്തി ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് ഒന്ന് നൂലിട്ട് വലിച്ചല്ലോ, ആ സെയിം പരിപാടി തന്നെ, സെയിം മെത്തേഡ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ നൂലെടുക്കുക. എന്നിട്ടൊന്ന് വലിച്ചിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കുക. സിമ്പിളാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അതാ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മറ്റേ സൈഡിലേതും ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഫ്രില്ല് കൊടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സിന് ഒന്നുകൂടെ ഭംഗി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സ്ലീവിൻ്റെ അറ്റത്തൊക്കെ തൂങ്ങി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഷോൾഡറും സ്ലീവും കൂടെ ഞാനിത് 8 ഇട്ട് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളിങ്ങനെ നേറിയിട്ട് ചുരുക്കി എടുത്തില്ല, ആ ഒരു പോർഷൻ 8. 2 ഭാഗത്തും 8 തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് പിന്നെ അങ്ങനെ തന്നെ ആവുമല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ പ്ലീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇവിടെ പ്രത്യേക ഡിസൈനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ആർഭാടാവുമല്ലോ. അപ്പോൾ കൈ അവിടെ വെറുതെ പ്ലെയിൻ ആക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതാ 2 ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 5 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു ഡ്രസ്സിന് പ്രത്യേകിച്ച് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 5 കൊടുത്തിട്ടുള്ളത്. 5-ന് താഴേക്ക് ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 ഭാഗത്തും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല പ്ലീറ്റ് ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക്. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് കേട്ടോ. വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മോഡലിന് ഈ പരിപാടിക്കൊന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ പറയുന്ന പരിപാടികളൊന്നുമല്ല മോഡൽ ചെയ്യണത്. അപ്പോൾ കൂടുതൽ നേരം നിന്നാൽ കച്ചറയാകും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.